രാവിലെ ചായ കുടിച്ചാലും ക്ഷീണം തോന്നാറുണ്ടോ? ശരിക്കും ഇനി ചായ തന്നെയാണോ വില്ലൻ, അതോ ചായയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളോ? രാവിലെ ഒരു ചൂട് ചായ കുടിച്ച് ദിവസം ആരംഭിക്കുന്നവരാണ് നമ്മളിൽ പലരും. ചായ കുടിച്ചാലേ അന്നത്തെ ദിവസം നന്നാകൂ എന്ന് പറയുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഒഴിഞ്ഞ വയറ്റിൽ ചായ കുടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ബാധിക്കാറുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തേയിലയും പാലും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും എല്ലാം അടങ്ങിയ ചായ കുടിച്ചതിന് ശേഷം ഉന്മേഷം ലഭിക്കുന്നതിന് പകരം എപ്പോഴെങ്കിലും ക്ഷീണം അനുഭവപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടോ? ചായയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ചേരുവകളിലും ശരീരത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ തന്നെയാണെങ്കിലും ചിലതിൻ്റെ അളവ് കൂടിയാൽ പ്രശ്നം തന്നെയാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കുടിക്കുന്ന ചായയിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. അത് ചായയിലൂടെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത്ര ക്ഷീണം അനുഭവപ്പെടുന്നില്ലെങ്കിലും, പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോൾ ഒഴിഞ്ഞ വയറിലാണ് കുടിക്കുന്നതെങ്കിൽ അത് നമ്മുടെ അന്നത്തെ ഊർജത്തെ നശിപ്പിച്ചേക്കാം. ഇവിടെ പലപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യമാണ്, ഒഴിഞ്ഞ വയറിൽ ചായ കുടിച്ചാൽ അത് അസിഡിറ്റിക്ക് കാരണമാകുമോ എന്ന്. രാവിലെ ആദ്യം ചായ കുടിക്കുന്നത്, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അത് ചിലപ്പോൾ വയറ്റിലെ അസിഡിറ്റി വർദ്ധിപ്പിച്ച് ദഹനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് പലതരത്തിലുള്ള അസിഡിറ്റിക്കും കാരണമായേക്കാം. ചായയിൽ കഫീൻ എന്നതുപോലെ ടാനിൻ എന്ന ഘടകവും അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് കുറയ്ക്കുന്നു. പ്രത്യേകിച്ച് വിളർച്ചയ്ക്കൊക്കെ ഇത് കാരണമായി തീർന്നേക്കാം. അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ കൂടുതൽ ക്ഷീണിപ്പിക്കാനും സാധ്യതയുണ്ട്. അതിന് പരിഹാരം എന്നോണം ചെറിയ അളവിൽ ശർക്കര പൊടിച്ച് ചായയിൽ ചേർത്ത് കുടിക്കാം. കറുവാപ്പട്ടയോ ഏലക്കയോ ചേർത്തുള്ള മസാല ചായ അധികം പഞ്ചസാര കൂടാതെ സ്വാഭാവിക മധുരം നൽകുന്നു. ഇനി ചായയ്ക്കൊപ്പം നീലക്കടലയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പോലുള്ള പ്രോട്ടീൻ സമ്പുഷ്ടമായ ചെറുകടികൾ തിരഞ്ഞെടുത്താൽ അതും ഉചിതമായിരിക്കും. രാവിലെ ചായ കുടിക്കുന്നതിന് മുമ്പ് ചെറുചൂടുള്ള വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കുറയ്ക്കാനും ജലാംശം മെച്ചപ്പെടുത്താനും സഹായിക്കും.